ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് ചാടിയ വയറ്. നമ്മുടെ അടിവയറ്റിൽ അടിഞ്ഞുകൂടി ഇരിക്കുന്ന കൊഴുപ്പ് കാരണം നമുക്കിങ്ങനെ ചാടിയ വയറുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് വയറുവേദന എന്ന് പറഞ്ഞാൽ ഗ്യാസ് ട്രബിൾ കൊണ്ടുള്ള വേദന ഉണ്ടാവും. അതുപോലെ ഫുഡ് പിടിച്ചിട്ടില്ലെങ്കിലുള്ള വേദന ഉണ്ടാവും. പിന്നെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ പീരിയഡ്സ് ടൈമിലുള്ള വേദന ഉണ്ടാവും. അങ്ങനെ വയറ്റിലുള്ള അങ്ങനെ വരുന്ന എല്ലാ വേദനകൾക്കും പരിഹാരമാണെന്ന് മാത്രമല്ല, നമ്മളെ ചാടിയ വയറ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു അടിപൊളി റെമഡിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളത്, എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ളത്, ഈ രണ്ട് കാര്യത്തിന് രണ്ട് വിധത്തിലാണ് കഴിക്കേണ്ടത്. എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത്. ഇഞ്ചി എന്ന് പറയുന്നത് നമുക്കൊരു മീഡിയം സൈസുള്ള ഇഞ്ചി നന്നായി തൊലി കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി എടുത്തിട്ട് കൊണ്ടുവരണം. അതിനുശേഷം നമ്മൾ സാധാരണ കറി വെക്കുമ്പോൾ നേരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചതക്കുന്ന ആ ഒരു ചെറിയ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചീൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങൾ പിന്നെ ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് അത്രയും നീര് കിട്ടൂ. പിന്നെ 5 വയസ്സിൻ്റെ മേലെയുള്ള കുട്ടികൾ മുതൽ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യുക, വയറുവേദനയെല്ലാം വന്നാൽ. അപ്പോൾ 2 ടൈപ്പിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരിത്തിരി വെള്ളം, അതായത് ആ ഇഞ്ചി അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ, ഒരുപാട് ഒഴിക്കരുത്. 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഇനി ഇത് നന്നായി അടിച്ചെടുത്തിട്ടൊന്ന് കൊണ്ടുവരാം. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു അരിപ്പയിൽ കൂടി ഇതിൻ്റെ നീര് മാത്രം നന്നായിട്ട് എടുക്കണം. ഇഞ്ചിൻ്റെ നീരാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമ്മൾ വയറുവേദനയ്ക്ക് കഴിക്കേണ്ടത്. വയറുവേദന എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് വയറുവേദന, പീരിയഡ്സിൻ്റെ വയറുവേദന ആയിക്കോട്ടെ, ഗ്യാസ് ട്രബിളിൻ്റെ ആയിക്കോട്ടെ, അല്ലെ ഭക്ഷണം പിടിക്കാത്തതിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെ വയറുവേദനയാണെങ്കിലും ഇത് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഇപ്പം ഞാൻ ഈ കാണിച്ചു തരുന്നല്ലോ. അതായത് ഈ ഇഞ്ചി നീര് കംപ്ലീറ്റ് എടുക്കുക. ഇഞ്ചി നീര് കംപ്ലീറ്റ് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കുക. പിന്നെ കുട്ടികളാകുന്ന നേരം ഇത്രയൊന്നും കൊടുക്കണ്ട കേട്ടോ. കുട്ടികളാകുന്ന നേരം അത് നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ 5 വയസ്സുള്ളതെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടികൾക്കെല്ലാം ഒരു 2 ടേബിൾ സ്പൂൺ എല്ലാം മാത്രം കൊടുത്താൽ മതി ഇത്. അപ്പോൾ വലിയവർക്ക് ഈ ഒരു മീഡിയം സൈസുള്ള ഒരു ഇത് തന്നെ. ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടൽ ഓപ്ഷനലാണ്, പക്ഷെ കുടിക്കാൻ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഇഞ്ചി നീരൊന്ന് കലക്കിയിട്ട് ഇത് ഒറ്റ വലിക്ക് കുടിക്കുക. വയറുവേദനേൻ്റെ റെമഡിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് ഒറ്റ വലിക്ക് കുടിക്കുക. ഇനി കുട്ടികൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത്രക്കായിരം കൊടുക്കാൻ പാടില്ല, ഒരു 2 ടേബിൾ സ്പൂണിൽ മാത്രമേ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ വയറുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുടിക്കുക. ഇനി ചാടിയ വയറ് കുറയാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നീരെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം ഒഴിക്കുക. ഇതിപ്പോൾ 1/4 ഗ്ലാസ് ആണുള്ളത്, അതിൻ്റെ ഫുൾ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുക. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുകയാണ്, ഡെയിലി ഇത് വെറും വയറ്റ് കുടിക്കുന്നേരം ഇഞ്ചി നീര് മാത്രം എടുത്ത് കുടിക്കരുത് കേട്ടോ. ഇതിലേക്ക് ഫുള്ള് വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1/4 കപ്പ് ഇഞ്ചി നീര്, ആ ഒരു കണക്കിൽ വേണം നിങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ടും 2 രീതിയിലാണ് കുടിക്കേണ്ടത്. വയറുവേദന ആണെങ്കിൽ ഇത് ഡയറക്റ്റ് കുടിക്കുക. ഇനി ചാടിയ വയറ് കുറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിലൊരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ 2 or 3 ടേബിൾ സ്പൂൺ ഇഞ്ചി നീരിട്ടിട്ട് വെറും വയറ്റിൽ കുടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വയറുവേദന ഉള്ള ടൈമിലെല്ലാം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.